ഹായ് വ്യൂവേഴ്സ്, നമ്മുടെ ഹൃദയരാഗം ചാനലിലേക്ക് പുതിയൊരു അംഗം കൂടി എത്തിയിരിക്കുകയാണ്. ആക്ഷൻ ക്യാമറകളുടെ രാജാവായ ഗോപ്രോ. ഒരുപാട് നാളുകളായി ഞാനൊരു ഗോപ്രോ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ ആമസോണിൽ നിന്നൊരു ഗോപ്രോ സ്വന്തമാക്കിയിരിക്കുകയാണ്. മൊബൈൽ ഫോണുകൾക്കിടയിൽ ഐഫോണിൻ്റെ സ്ഥാനം എന്താണോ അതാണ് ആക്ഷൻ ക്യാമറകൾക്കിടയിൽ ഗോപ്രോയുടെ സ്ഥാനം. ഞാനിന്ന് ആമസോണിൽ നിന്നും ഗോപ്രോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ഗോപ്രോ ഹീറോ 8 ബ്ലാക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എങ്ങനെയുണ്ടെന്നാണ്, ഇതിൽ റെക്കോർഡ് ചെയ്ത വീഡിയോസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിക്കാനുള്ള ഒരു വ്ളോഗാണിത്. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ്, ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അത് വീണ്ടും നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഗോപ്രോയുടെ ഹോളിഡേ ബണ്ടിൽ പായ്ക്കാണ്. ഈ ക്യാമറ തന്നെയാണെങ്കിൽ ഇതിലും വില കുറച്ച് കിട്ടും. ഇതൊരു ഹോളിഡേ ബണ്ടിൽ എന്ന് പറയുന്ന ഒരു പായ്ക്കാണ്. ഇതിന് MRP ഇതിൽ കൊടുത്തിരിക്കുന്നത് 39,500 അതിലും താത്ത് നമുക്കിത് ആമസോണിൽ നിന്ന് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പെട്ടെന്നൊരു അൺബോക്സിങ് നടത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. വീഡിയോ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മത്തായിപ്പാറ എന്ന സ്ഥലത്താണ്, ഇവിടെ തൊട്ടടുത്തുള്ള മത്തായിപ്പാറ എന്ന സ്ഥലത്ത് പോയാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ആ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് വിലയിരുത്താം. അപ്പോൾ ഈ ഗോപ്രോ ഹീറോ 8 ബ്ലാക്ക് ഞാൻ അൺബോക്സ് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി ഞാനിത് അൺബോക്സ് ചെയ്തതാണ്, അതുകൊണ്ട് സ്റ്റിക്കറൊന്നുമില്ല. ഇതിനോട് എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഈ ക്യാമറ മൗണ്ട് ചെയ്ത് വരുന്നത്. അപ്പം നമുക്ക് ഈ ക്യാമറ ഇതിൽ നിന്ന് ഊരി നോക്കാം. അപ്പോൾ ഇതാണ് ക്യാമറ കേട്ടോ, ഇത്രയും ചെറുതാണ്. ഇതിനാണ് ഈ വില അവർ വാങ്ങിക്കുന്നത്. ഇതിൻ്റെ ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. യൂസർ മാനുവൽ, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ സാധനങ്ങൾ, പിന്നെ ഗോപ്രോയുടെ സ്റ്റിക്കർ. ഈ സ്റ്റിക്കറിന് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഫ്രീ അതിൻ്റെ ഒരു ക്ലൗഡ്, ഗോപ്രോയുടെ ഒരു ക്ലൗഡ് സ്റ്റോറേജ് അവർ തരുന്നുണ്ട്. ഇതൊന്നും എന്താണെന്ന് നോക്കിയിട്ടില്ല. പിന്നെ ക്യാമറ കൂടാതെ ഈ ഹോളിഡേ ബണ്ടിലിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് 2 ബാറ്ററി നമുക്ക് തരുന്നുണ്ട്. ഇതിനകത്ത് ഇതാണ് ഗോപ്രോ ബാറ്ററി, ചെറിയ ബാറ്ററിയാണ്, എന്നാൽ ഇതിൻ്റെ വില അത്ര ചെറുതല്ല. പിന്നെ ഒരു ഹെഡ് മൗണ്ട് ചെയ്യാനുള്ള, ക്യാമറ ഹെഡ് മൗണ്ട് ചെയ്യാനുള്ള ഒരു ഐറ്റം കണ്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് കേർവ്ഡ് സർഫസിലൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന, ഹെൽമെറ്റിലൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കറാണ്. ഇത് സ്റ്റിക്കർ പൊളിച്ചിട്ട് ഒട്ടിച്ചാൽ മതിയായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റിക്ക്, ഒരു ചെറിയ സ്റ്റിക്കും തരുന്നുണ്ട്. ട്രൈപോഡ് പോലെ 3 ഒക്കെ ഉപയോഗിക്കാവുന്ന, ഇങ്ങനെ ലെങ്തൊക്കെ കൂട്ടാവുന്ന ഒരു സ്റ്റിക്ക്. ഇത്രയും ഐറ്റംസാണ് ഈ കുഞ്ഞൻ ക്യാമറയോടൊപ്പം അവർ ഈ ഹോളിഡേ ബണ്ടിൽ പാക്കിൽ തരുന്നത്. നമുക്കിനി ഇതൊന്ന് ക്യാമറ മാത്രമായിട്ടൊന്ന് എടുത്ത് നോക്കാം. ഗോപ്രോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ഗോപ്രോ ഹീറോ 8 ബ്ലാക്കിന് മുൻ വേർഷനുകളെ അപേക്ഷിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഹോൾഡിംഗ് ചെയ്യുന്ന ഇതിൻ്റെയാണ്. ഇതിപ്പോൾ നേരത്തെ ഇതേ തന്നെ ഫിക്സ്ഡ് ആണ്, ഇങ്ങനെ മടക്കി വെക്കാവുന്ന രീതിയിൽ. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. പിന്നെ ലെൻസൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളതല്ല. ഇതിൻ്റെ മുൻ വേർഷനുകളിൽ ലെൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. പിന്നെ ഈ കുഞ്ഞൻ ക്യാമറയുടെ പ്രത്യേകത എന്താണ്, നമുക്ക് ഇതിൻ്റെ തൊട്ട് പിന്നാലെ വരുന്ന വീഡിയോസിലൂടെ കാണാം. ഈ കുഞ്ഞൻ ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനാണ്. ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഹൈപ്പർ സ്മൂത്ത് 2.0 എന്ന ടെക്നോളജിയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് യാതൊരു ഗിംബലിൻ്റെ സഹായമില്ലാതെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഇമേജ്, ഷെയ്ക്കെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഇമേജ് കിട്ടും. പിന്നെ ഇതിൻ്റെ ഫോക്കസിങ്ങിലുള്ള പ്രത്യേകത, ഓൾമോസ്റ്റ് ഇതിൻ്റെ സ്ക്രീനിൽ കാണുന്ന എല്ലാം ഒരുപോലെ ഫോക്കസ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഫോക്കസിങ് ഇഷ്യൂ നമുക്ക് ഈ ഗോപ്രോ ഉപയോഗിക്കുമ്പോൾ വരുന്നില്ല. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമുക്ക് മത്തായിപ്പാറയ്ക്ക് പോകാം.
പണ്ടൊരു വഴിയൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാ. മത്തായിപ്പാറ എന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്യാമറയുടെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ മനോഹരമായൊരു സ്ഥലം നോക്കി വന്നതാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അത്ര മനോഹരമൊന്നുമല്ല. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഈ ക്യാമറയുടെ സൂപ്പർ വ്യൂ മോഡിലാണ്, അതായത് മാക്സിമം ഏരിയ കവർ ചെയ്തുള്ള വ്യൂ. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഇമേജിനൊരു ചെറിയൊരു വളവും പുളവും ഉണ്ട്. ഇതാണ് ഈ ക്യാമറയുടെ ലീനിയർ മോഡ്, അതായത് ഇമേജിന് യാതൊരു കോട്ടവും വരാതെ അതേ രീതിയിൽ കാണിക്കുകയാണ്. അപ്പോൾ ഈ തീർത്തും വൈഡല്ല, കറക്റ്റ്